ആദിത്യ ചോപ്ര. കരൺ ജോഹറെക്കാട്ട് കുറച്ചുകൂടി സീനിയറാണ്. ആദിത്യ ചോപ്ര ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ പോകണം. ആദിത്യ ചോപ്ര നമുക്കറിയാം യാഷ് ചോപ്രയുടെ മകനാണ്. ജനിച്ചപ്പോൾ മുതൽ ഇവർ ആ ഒരു ഈ പറയുന്ന നെപ്പോക്കിഡ്സ് എന്നല്ല നമുക്ക് പറയാം, അവരുടെയൊക്കെ ഒരു സർക്കിളിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പം മുതലേ സിനിമയോട് വളരെയധികം പാഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആദിത്യ ചോപ്ര തന്നെയാണ്. അപ്പൊ ആദിത്യ ചോപ്ര അന്ന് പുതിയൊരു സിനിമ ഡയറക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയാണ്. അപ്പൊ അതിന്റെ ഒരു എഴുത്ത് പ്രോസസ്സൊക്കെ നടക്കുകയാണ്. അപ്പൊ കരൺ ജോഹറിന്റെ ഈ പഠിത്തത്തിന്റെ കാര്യങ്ങളുടെ കൂടെ ആദിത്യ ചോപ്രയുടെ കൂടെ അതിന്റെ എഴുത്തിലും കാര്യം അവർ ഫാമിലി ഫ്രണ്ട്സ് ആയതുകൊണ്ട് എന്നും വീട്ടിൽ വരും, ഇവർ നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഒരു എഴുത്തിന്റെ പ്രോസസ്സിലൊക്കെ കരൺ ജോഹർ അതിന്റെ ഭാഗമായിരുന്നു. അപ്പൊ സിനിമ തുടങ്ങേണ്ട ഒരു സമയമായി. ഷാറുഖ് ഖാനാണ് അഭിനയിക്കുന്നത്, കജോളാണ്, എല്ലാം ഫിക്സ് ചെയ്തിട്ട് ആദിത്യ ചോപ്ര കരൺ ജോഹറിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുക, എന്തായാലും എഴുത്തിലും പ്രീ പ്രൊഡക്ഷനിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, നീ എന്റെ കൂടെ ഒന്ന് അസിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ കരൺ ജോഹർക്ക് അതുവരെ ഒരു സിനിമയൊന്നും അങ്ങനെ ഒരു പാഷനോ അല്ലെങ്കിൽ ഒരു അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത ഒരു മേഖലയായിരുന്നു കരൺ ജോഹർക്ക്. കരൺ ജോഹർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒന്നിനോടും വലിയൊരു പാഷനോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസോ ഒക്കെ ജീവിതത്തിൽ കുറവുള്ള ഒരാളായിരുന്നു, പ്രത്യേകിച്ച് പഠിക്കുന്ന കാലത്തൊക്കെ. കരൺ ജോഹർ വീട്ടില് അമ്മയോട് പറഞ്ഞ അമ്മ സമ്മതിക്കില്ല എന്നുള്ളത് അറിയാം. കാരണം കരൺ ജോഹറിന്റെ അച്ഛൻ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. 1980 ദോസ്താന എന്ന് പറയുന്ന ഒരു സിനിമയാണ് അദ്ദേഹം ആദ്യമായിട്ട് നിർമ്മിക്കുന്നത്. ആ ഒരു സിനിമ ലാഭമായിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹം ചെയ്ത എല്ലാ സിനിമകളും അതുവരെയുള്ളത് നഷ്ടമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പക്ഷെ കരൺ ജോഹർ ഇങ്ങനെ പോയിട്ട് പറഞ്ഞു, എനിക്ക് പോണ്ട, ഫ്രാൻസിൽ പോകണ്ട, ഞാൻ ഒരു ആദിത്യയുടെ കൂടെ സിനിമയിൽ ഒന്ന് അസിസ്റ്റ് ചെയ്തോട്ടെ എന്ന് വെച്ചപ്പോൾ അച്ഛൻ വളരെ കൂളായിട്ട് വെച്ചു, നിനക്കത് പറ്റുമോ എന്ന് വെച്ചപ്പോൾ കരൺ ജോഹർ പറഞ്ഞു, ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ. അങ്ങനെ അപ്പൊ അച്ഛന് ഓൾറെഡി കുറെ പൈസ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു 8 ലക്ഷം 10 ലക്ഷം രൂപയോളം അന്ന് 93 കാലഘട്ടങ്ങളിൽ ഓൾറെഡി കുറെ പൈസ അഡ്മിഷന് വേണ്ടി കെട്ടിവെച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ എത്രയോ പേർക്ക് വേണ്ടി കാശ് ചെലവാക്കുന്നു, സാരമില്ല, ഞാൻ നിനക്ക് വേണ്ടിയല്ലേ, നീ ട്രൈ ചെയ്തിട്ട് 1 വർഷം നീ സിനിമയിൽ ട്രൈ ചെയ്തിട്ട് നിനക്ക് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് വിട്ടിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് അമ്മേനെയും കൺവിൻസ് ചെയ്യിപ്പിച്ചു. അതായത് കരൺ ജോഹറിന്റെ അമ്മേനെയും കരൺ ജോഹറിന്റെ അച്ഛൻ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെയാണ് ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയിൽ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറാണ് കരൺ ജോഹർ കാലെടുത്ത് വയ്ക്കുന്നത്, സിനിമ ലോകത്തേക്ക് കാലെടുത്ത്